നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ നഗരസഭ ഗുരുമന്ദിരം വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. നഗരസഭ ഗുരുമന്ദിരം വാർഡിൽ മൾഗർ പാലത്തിന് സമീപമാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തുറന്നിരിക്കുന്നത്. എച്ച് സലാം MLA പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നോക്ക വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് വായ്പാ വിതരണം നടത്തി. 291 അംഗങ്ങൾ ഉൾപ്പെട്ട 23 ഗ്രൂപ്പുകൾക്ക് 1,96,31,900 രൂപയാണ് വായ്പയായി വിതരണം ചെയ്തത്. അമ്പലപ്പുഴ MLA എച്ച് സലാം വായ്പാ വിതരണം നിർവഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ആലപ്പുഴ റൈബാൻ ഹാളിൽ സംഘടിപ്പിച്ച സൗഹൃദ സംഗമത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, നീതിന്യായ, വിദ്യാഭ്യാസ മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. പുന്നപ്ര ഗവൺമെന്റ് മുസ്ലിം LP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ വർണ്ണക്കൂടാരം കുട്ടികൾക്കായി സമർപ്പിച്ചു. എച്ച് സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വിഷൻ ന്യൂസ് സ്റ്റാർ ഡിജിറ്റൽ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ആലപ്പുഴ രാമവർമ്മ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ അധ്യക്ഷ KK ജയമ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പുന്നപ്ര 10ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമവും റമദാൻ സന്ദേശ പരിപാടിയും നടത്തി. മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ ട്രഷറർ കമാല മാക്കിയിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ആലപ്പുഴ നഗരസഭ ഗുരുമന്ദിരം വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. നഗരസഭ ഗുരുമന്ദിരം വാർഡിൽ മൾഗർ പാലത്തിന് സമീപമാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തുറന്നത്. എച്ച് സലാം MLA കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭ ഗുരുമന്ദിരം വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. നഗരത്തിലെ 8ാമത്തെ കേന്ദ്രമാണിത്. തീരദേശ ജനവിഭാഗങ്ങൾക്ക് പ്രയോജനകരമാം വിധം ഗുരുമന്ദിരം മൾഗർ പാലത്തിന് സമീപമാണ് ജനകീയാരോഗ്യ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. എച്ച് സലാം MLA ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അറ്റൻഷൻ നമ്മുടെ ആരോഗ്യകാര്യത്തിൽ നൽകുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പൊ നമ്മൾ താഴെ മുതലേ ശീലിച്ചു പോകുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിലെ ജീവിതക്രമത്തിൽ ഒരുപാട് വ്യത്യാസം കാണാം. അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിന്റെ മികവിന്റെ ഭാഗമായി, ആരോഗ്യ രംഗത്തെ മികവിന്റെ ഭാഗമായി ഒരുപാട് ഉയർച്ച നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് കാണാൻ പറ്റും. അത് ഇന്ത്യയിലെ പല കണക്കുമായി, ഡാറ്റയുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം മുൻപന്തിയിലാണ്. ഇപ്പൊ പ്രസവത്തോടെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഏറ്റവും കുറവ് കേരളത്തിലാണ്. പ്രസവത്തോടെ അമ്മമാർ മരിക്കുന്ന ഏറ്റവും കുറവ് കേരളത്തിലാണ്. ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ആകെ എടുക്കുമ്പോഴും കേരളമാണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. സ്ത്രീകളുടെ ആരോഗ്യ ദൈർഘ്യം എടുത്താൽ അത് ഏറ്റവും ഉയർന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇങ്ങനെ ഏത് നിലയിലേക്കുള്ള ഒരു അളവ് പോലെ വെച്ച് നോക്കിയാലും അതിലെല്ലാം ഏറ്റവും ബെറ്ററായ ഒരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം നിശ്ചയമായിട്ട് നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു ആരോഗ്യശീലത്തിൻ്റെയും നമ്മുടെ ജീവിതക്രമത്തിൻ്റെ ഭാഗമായി ഏറ്റവും പ്രധാന കാര്യമായി പൊതുവിൽ നമ്മുടെ സമൂഹമാകെ നമ്മുടെ ആരോഗ്യകാര്യത്തെ കണക്കാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ആ മികവിലേക്കെല്ലാം നമ്മൾ നിൽക്കുമ്പോഴും സമീപ സമയത്ത് നമ്മുടെ സംസ്ഥാനം ചെന്നപ്പെട്ടൊരു കുറവുണ്ട്. ആ കുറവ് ജീവിതശൈലി രോഗത്തിൽ 1ാം സ്ഥാനം കേരളമാണ്. ഇന്നത്തെ നമ്മുടെ സ്റ്റാറ്റസ് അതാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ ഹെൽത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള ഒരു ഡെവലപ്മെന്റ്സ് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഭാഗമായി തന്നെ നമുക്ക് ഇപ്പോൾ ഒരു കുറവ് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. ആ ജീവിതശൈലി അതിൽ തന്നെയുണ്ട്. എന്തുകൊണ്ടാണ് ആ രോഗം വരിക എന്നുള്ളത് അതിനകത്ത് നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗമായി സംഭവിച്ചിരിക്കുന്ന ഒരു മാറ്റം കാണാം. അപ്പൊ അത് നമ്മുടെ ഭക്ഷണക്രമത്തിന്റെ പ്രശ്നമുണ്ട്. നമ്മുടെ ദൈനംദിനമായ ജീവിതത്തിൽ നമ്മൾ പുലർത്തുന്ന രീതികൾ വന്ന് വ്യത്യാസം നോക്കിയാൽ കാണാം. ഇപ്പൊ എല്ലായിടത്തും രാവിലെ വൈകുന്നേരം ഒരുപാട് പേര് നടക്കുന്നവരെ കാണാൻ പറ്റും. രാവിലെ നടക്കുവാനായിട്ട് ഞാനിപ്പോ ഈ ഒരു ചികിത്സ കഴിഞ്ഞപ്പോൾ ഡോക്ടർ നടക്കുമ്പോൾ ഞാനും നടക്കും. അപ്പൊ നടക്കും ഒരുപാട് പേരെ കാണാൻ നടക്കുന്നത്. ആരോഗ്യ കേന്ദ്രത്തിന് സമീപം ചേർന്ന സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ അധ്യക്ഷയായി. പ്രാഥമിക ചികിത്സയ്ക്കും രോഗപ്രതിരോധത്തിനും അടിസ്ഥാന ആരോഗ്യ സംരക്ഷണത്തിനും നഗരത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. ജനറൽ OP, ലബോറട്ടറി, ജീവിതശൈലി രോഗനിർണയം, ഗർഭിണികളെയും കുട്ടികളുടെയും ആരോഗ്യ പരിചരണം എന്നീ ക്ലിനിക്കൽ സേവനങ്ങളും ഉണ്ടാകും. സ്പെഷ്യലൈസ്ഡ് ഡോക്ടറുമായി ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യം, ഗുരുതര രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി തുടർ ചികിത്സാ നിർദ്ദേശങ്ങളും റഫറൽ സേവനങ്ങളും ഉണ്ട്.
ഗർഭകാല പരിചരണം സുഗമമായി നടപ്പാക്കാൻ സർക്കാർ ആവിഷ്കരിച്ച വിവിധ സേവനങ്ങളും കേന്ദ്രത്തിലുണ്ട്. പകൽ 1 മുതൽ രാത്രി 7 വരെയാണ് OP പ്രവർത്തിക്കുന്നത്. ഒരു ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഫാർമസിസ്റ്റ്, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർ എന്നിവരുടെ സേവനമുണ്ടാകും. 12 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളാണ് നഗരസഭ വിവിധ വാർഡുകളിൽ ആരംഭിക്കുന്നത്. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ AS കവിത, MR പ്രേം, നസീർ പുന്നക്കൽ, NG സതീദേവി, കൗൺസിലർമാരായ ഹരികൃഷ്ണൻ, P രതീഷ്, സലീം മുല്ലാദ്, B അജേഷ്, മേരി ലീന, CR അരവിന്ദാക്ഷൻ, ക്ലാരമ പീറ്റർ, രമ്യ സുർജിത്ത്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പിന്നോക്ക വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് വായ്പാ വിതരണം നടത്തി. 291 അംഗങ്ങൾ ഉൾപ്പെട്ട 23 ഗ്രൂപ്പുകൾക്ക് 1,91,31,900 രൂപയാണ് വായ്പയായി വിതരണം ചെയ്തത്. അമ്പലപ്പുഴ MLA സലാം വായ്പാ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നോക്ക വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് വായ്പാ വിതരണം നടത്തി. 291 അംഗങ്ങൾ ഉൾപ്പെട്ട 23 ഗ്രൂപ്പുകൾക്ക് 1,96,31,900 രൂപയാണ് വിതരണം ചെയ്തത്. സലാം MLA വായ്പയുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. 5% 4% ആദ്യത്തെ പലിശ. ഇതൊക്കെയാണ് ദേശീയ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ എടുക്കുന്ന വായ്പയും പലിശ അവർ കൂട്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് 1% വ്യത്യാസം പ്രകൃതമായിട്ട് വന്നു. ഈ 4% 5% പലിശ കണക്ക് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ പിന്നോക്ക വികസന കോർപ്പറേഷൻ വായ്പ തരുന്നതിന് മുമ്പുള്ള സമയത്തെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത പലിശയുടെ കണക്ക് ആലോചിച്ച് നോക്കിയാൽ മതി. അത് 9%, 11% വരെ ഈ പലിശയ്ക്ക് വായ്പ എടുത്തിരുന്നതാണ് നമ്മൾ ബാങ്കിൽ നിന്ന്. നമ്മുടെ നാട്ടിൽ തന്നെ കുടുംബശ്രീ യൂണിറ്റുകൾ എടുത്ത വായ്പ ആ നിരക്കുള്ള പലിശയായിരുന്നു. അപ്പൊ നേരത്തെ നമ്മൾ എടുത്തതിനേക്കാളും ഏതാണ്ട് പകുതിയും താഴെയുമായി പലിശ നിരക്ക് കുറച്ചിട്ടാണ് നമുക്ക് പോയി വായ്പ ലഭിക്കുന്നത്. ആ ലഭിക്കുന്ന വായ്പ ഈ പറഞ്ഞ പോലെ വലിയ സംഖ്യയാണ്. ഇന്നിപ്പോ നൽകുന്ന 23 യൂണിറ്റുകളിൽ 14 ഗ്രൂപ്പിൽ നൽകുന്ന വായ്പ 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഖ്യയല്ല. നമ്മൾ സാധാരണ ഇങ്ങനെ ഒരുമിച്ച് കാണുമോ ഈ ലക്ഷങ്ങൾ ഇങ്ങനെ. നമ്മൾ വ്യക്തികളെന്നേക്ക് നമ്മൾ ഓരോരുത്തരുടെ നോക്കിക്കും. നമ്മളായെങ്കിലും ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങൾ ഓരോരുത്തരും ഈ 10 ലക്ഷം രൂപയ്ക്ക് ഒരുമിച്ച് അതിന് കണ്ടിട്ടുണ്ടോ? വളരെ അപൂർവം. 4ാം ഘട്ട വായ്പയാണ് ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുന്നത്. ഇതുൾപ്പെടെ 6,31,94,900 രൂപയാണ് പഞ്ചായത്തിലെ കുടുംബശ്രീകൾക്ക് ആകെ വിതരണം ചെയ്തത്. പുന്നപ്ര ഗവൺമെന്റ് JB സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PG സേറസ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ സുലഭ ഷാജി, NK ബിജുമോൻ, പിന്നോക്ക വികസന കോർപ്പറേഷൻ മാനേജർ അലോഷ്യസ്, പഞ്ചായത്ത് അംഗങ്ങളായ സീനത്ത്, ഷക്കീല നിസാർ, CDS വൈസ് പ്രസിഡന്റ് സുലഭ ഷിബു എന്നിവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ കല അശോക് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ആലപ്പുഴ റിബാൻ ഹാളിൽ സംഘടിപ്പിച്ച സൗഹൃദ സംഗമത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, നീതിന്യായ, വിദ്യാഭ്യാസ മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ആലപ്പുഴ റൈബാൻ ഹാളിൽ സംഘടിപ്പിച്ച ഇഫ്താർ സൗഹൃദ സംഗമത്തിൽ ജില്ലയിലെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, നീതിന്യായ, വൈജ്ഞാനിക, വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. മാനവ സൗഹൃദത്തിനും സ്നേഹത്തിനും ഇഫ്താർ സൗഹൃദ സംഗമങ്ങൾ വലിയ സംഭാവനയാണ് നൽകുന്നതെന്ന് സംഗമത്തിൽ ചൂണ്ടിക്കാട്ടി. ജില്ലാ പ്രസിഡന്റ് തൈക്കൽ സത്താർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കമാൽ അമ്മാക്കിയിൽ ആമുഖ പ്രഭാഷണം നടത്തി. പ്രാർത്ഥന A സിറാജുദ്ദീൻ ഫൈസി നിർവഹിച്ചു. ആലപ്പുഴ വടക്കേ മഹൽ ചീഫ് ഇമാം അമാൻ ഫലാഹി അൽ ബാക്കവി റമദാൻ സന്ദേശം നൽകി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജിയുമായ പ്രമോദ് മുരളി മുഖ്യപ്രഭാഷണം നടത്തി. MLA-മാരായ PP ചിത്തരഞ്ജൻ, H സലാം, മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ്, മുനിസിപ്പൽ വൈസ് ചെയർമാൻ PSM ഹുസൈൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസീർ പുന്നക്കൽ, മുൻ MLA A ഷുക്കൂർ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് AM നസീർ, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ജില്ലാ പ്രസിഡന്റ് നവാസ് ജമാൽ, മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് മെമ്പർ PK മുഹമ്മദ് ഹാജി, മുനിസിപ്പൽ കൗൺസിലർമാരായ P രതീഷ്, B മെഹബൂബ്, B നസീർ, വിവിധ സംഘടനാ ഭാരവാഹികളായ നൌഷാദ്, PSM അഷ്റഫ്,
അഡ്വക്കേറ്റ് എ റസാഖ്, എൻ പുരം ശിവകുമാർ, അഡ്വക്കേറ്റ് പ്രദീപ് കൂട്ടാല, അഡ്വക്കേറ്റ് സനൽകുമാർ, ബ്രദർ മാത്യു ആൽബിൻ, റോജസ് ജോസ്, കേണൽ വിജയകുമാർ, CA ലവൻ, അമീർ മുല്ലാത്ത്, അമീൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനയുടെ ജില്ലാ സെക്രട്ടറി സലാം ചാത്തനാട് സ്വാഗതവും അമ്പലപ്പുഴ താലൂക്ക് പ്രസിഡന്റ് നസീർ സലാം നന്ദിയും പറഞ്ഞു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പുന്നപ്ര ഗവൺമെന്റ് മുസ്ലിം LP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ വർണ്ണക്കൂടാരം കുരുന്നുകൾക്കായി സമർപ്പിച്ചു. അമ്പലപ്പുഴ MLA H. സലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പുന്നപ്ര ഗവൺമെന്റ് മുസ്ലിം LP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ വർണ്ണക്കൂടാരം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മികച്ച നിലയിൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തുകളുടെ കുടുംബത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും നല്ല ശ്രദ്ധ വയ്ക്കുകയും സംസ്ഥാന ശ്രദ്ധ തന്നെ നേടാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രോജക്റ്റുകൾ നടപ്പാക്കുകയും ചെയ്യുന്ന പഞ്ചായത്താണ് പുന്നപ്ര സൗത്ത് ഗ്രാമപഞ്ചായത്ത്. നമ്മുടെ പഞ്ചായത്തിന് സ്വകാര്യ ടോപ്പി കരസ്ഥമാക്കാൻ ഇടയാക്കിയതിലെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ പൊതു വിദ്യാഭ്യാസ മേഖലയിലെ പദ്ധതി കൂടിയാണ് എന്ന കാര്യം പ്രത്യേകമായി എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ NK ബിജുമോൻ, സുലഭ ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ്, BPC ഇൻചാർജ് MR പ്രേം, കമാലമ്മ കീൽ, S. മനു, SMC ചെയർമാൻ റോഷൻ ബഷീർ, U. ആദംകുട്ടി, R. രാജിമോൻ, K. പ്രസന്നകുമാർ, M. സ്മിത, M. ഹസീന മോൾ, ഷിഹാബുദ്ദീൻ പോളക്കുളം, S. അഹമ്മദ്, J. സുഹേൽ എന്നിവർ സംസാരിച്ചു. ആധുനിക ഇരിപ്പിട സൗകര്യമടക്കം ഒരുക്കിയ സ്മാർട്ട് ക്ലാസ് മുറികളാണ് സ്കൂളിന് സമർപ്പിച്ചത്. പ്രധാനാധ്യാപിക ബിന്ദു ജോസ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കേരള വിഷൻ ന്യൂസ് സ്റ്റാർ ഡിജിറ്റൽ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തി. ആലപ്പുഴ രാമവർമ്മ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ അധ്യക്ഷ KK ജയമ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പൻ ചടങ്ങിൽ അധ്യക്ഷനായി. വഴിതെറ്റിപ്പോകുന്ന യുവതലമുറയെ നേർവഴിക്ക് നടത്താൻ ഉതകുന്നതാകണം ഓരോ സംഗമങ്ങളെന്നും അത്തരത്തിൽ കേരള വിഷനും പ്രത്യേകിച്ച് ന്യൂസ് സ്റ്റാർ ഡിജിറ്റലും സമൂഹത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് നഗരസഭാ അധ്യക്ഷ KK ജയമ അഭിപ്രായപ്പെട്ടു. കേരള വിഷൻ ന്യൂസ് സ്റ്റാർ ഡിജിറ്റൽ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ഇങ്ങനെയുള്ള സർക്കാരുകൾ മാത്രമല്ല, പൊതുവിൽ എടുത്തു നോക്കുന്ന ഓരോ സർക്കാരുകളിലും നമ്മുടെ കുഞ്ഞു കുട്ടികളെ കുറിച്ച് നമ്മളൊന്ന് ഓർത്തു പോകേണ്ടതാണ്. മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ ഇരയാകുന്ന നമ്മുടെ മക്കളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. അവർക്കെല്ലാം ഒരു നല്ല ദിനം അല്ലെങ്കിൽ നല്ലൊരു ആശംസ, നല്ലൊരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഈ പുണ്യദിനത്തിൽ അവരെയൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ കുട്ടികൾ ഒന്നും അറിയാൻ വയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലും വഴിതെറ്റി പോകുന്ന നിരവധിയായ കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നാം അറിയാതെ ആലപ്പുഴ രാമവർമ്മ ഹാളിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ AS കവിത, നസീർ പുന്നക്കൽ, ന്യൂസ് സ്റ്റാർ ഡിജിറ്റൽ നെറ്റ്വർക്ക് ഡയറക്ടർ MJ ഷാജി, COA ആലപ്പുഴ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോജി ജോസഫ്, മേഖലാ സെക്രട്ടറി മുഹമ്മദ് ഫിറോസ്, മേഖലാ പ്രസിഡന്റ് CA ലവൻ, ട്രഷറർ സജി അബൂബക്കർ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പുന്നപ്ര 10ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമവും റമദാൻ സന്ദേശ പരിപാടിയും നടത്തി. മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ ട്രഷറർ കമാലമ്മ കീൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പുന്നപ്ര 10ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമവും റമദാൻ സന്ദേശ പരിപാടിയും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ ട്രഷറർ കമാലമ്മ കീൽ ഇഫ്താർ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ ഭരണഘടനയിൽ തന്നെ കാരുണ്യ പ്രവർത്തനം അതിന്റെ പ്രധാനപ്പെട്ട ഒന്നായി ലിഖിതമായി എഴുതി ചേർത്തിട്ടുള്ളത് അതാദ്യമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലാണ്. മറ്റാർക്കൊക്കെ അതിന്റെ പ്രാധാന്യത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. പരിശുദ്ധ മതത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കി രൂപീകൃതമായ രാജ്യത്ത് മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി അവരോടൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റു സമുദായങ്ങളെയും സമൂഹങ്ങളെയും എല്ലാം അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ആലപ്പുഴ ജില്ലയിൽ ആ പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ
10ാം വാർഡിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിന്റെ യൂണിറ്റ് അത് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ്. ലീഗ് പുന്നപ്ര 10ാം വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ഇക്ബാൽ താജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുടുംബജീവിതം ഇസ്ലാമിൽ എന്ന വിഷയത്തെ അധികരിച്ച് നീർക്കുന്നം MCA ചീഫ് ഇമാം ഹിലാൽ ഹുദവി പുന്നപ്ര പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ സഫീർ PDAക്കൽ, ഷാജഹാൻ പല്ലന, ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി നാസർ ബി താജ്, പ്രവാസി ലീഗ് ജില്ലാ സെക്രട്ടറി റിയാസ് അൽഫോസ്, ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ്, സെക്രട്ടറി സമദ് പാലമൂട്, അബൂബക്കർ പോളക്കുളം, മുഹമ്മദ് സാലി ഷാനവാസ്, മുഹമ്മദ് രാജ, തൻസി, റസീന സെമി, സൂഫി സാലി, സൈന എന്നിവർ സംസാരിച്ചു. ലീഗ് പുന്നപ്ര 10ാം വാർഡ് കമ്മിറ്റി സെക്രട്ടറി സവാദ് തെക്കേ പുത്തൻപറമ്പിൽ ചടങ്ങിന് സ്വാഗതവും ട്രഷറർ നാസിം പള്ളിവളി നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ നഗരസഭ ഗുരുമന്ദിരം വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. നഗരസഭ ഗുരുമന്ദിരം വാർഡിൽ മൾഗർ പാലത്തിന് സമീപമാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തുറന്നിരിക്കുന്നത്. H. സലാം MLA പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നോക്ക വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് വായ്പാ വിതരണം നടത്തി. 291 അംഗങ്ങൾ ഉൾപ്പെട്ട 23 ഗ്രൂപ്പുകൾക്ക് 1,96,31,900 രൂപയാണ് വായ്പയായി വിതരണം ചെയ്തത്. അമ്പലപ്പുഴ MLA H. സലാം വായ്പാ വിതരണം നിർവഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ആലപ്പുഴ റൈബാൻ ഹാളിൽ സംഘടിപ്പിച്ച സൗഹൃദ സംഗമത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, നീതിന്യായ, വിദ്യാഭ്യാസ മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. പുന്നപ്ര ഗവൺമെന്റ് മുസ്ലിം LP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ വർണ്ണക്കൂടാരം കുട്ടികൾക്കായി സമർപ്പിച്ചു. H. സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വിഷൻ ന്യൂസ് സ്റ്റാർ ഡിജിറ്റൽ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ആലപ്പുഴ രാമവർമ്മ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ അധ്യക്ഷ KK ജയമ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പുന്നപ്ര 10ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമവും റമദാൻ സന്ദേശ പരിപാടിയും നടത്തി. മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ ട്രഷറർ കമാല മാക്കിയിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.